ഹലോ ഗായ്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഫേസ് പാക്കിനെ പറ്റി പറയാനായിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. ഡെയിലി അല്ലെങ്കിൽ വീക്കിലേക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ ഇതിനായിട്ടെന്ന് പറഞ്ഞാൽ കുറച്ച് അരിപ്പൊടി എടുക്കുന്നുണ്ട്. നമ്മുടെ എല്ലാവരെയും വീട്ടിൽ അരിപ്പൊടി കാണുമായിരിക്കുമല്ലോ. കുറച്ച് അരിപ്പൊടി എടുക്കുന്നുണ്ട്, കുറച്ച് തൈര് എടുക്കുന്നുണ്ട്. കുറച്ച് കട്ടി തൈരോ അല്ലാതെ ലൂസ് തൈരോ ആയിരിക്കാം. അപ്പോൾ അത് രണ്ടും കൂടി എടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം കേട്ടോ. ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒരു 10-20 മിനിറ്റോളം വെച്ചിട്ട് നല്ലപോലെ ഉണങ്ങിയതിന് ശേഷം മാത്രമേ കഴുകിക്കളയുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം. ഇനി ഇത് നമുക്ക് മുഖത്തിലേക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാവേ. ഇനി ഇത് മുഖത്തേക്ക് തേച്ച് കൊടുക്കാവേ. മുഖത്ത് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മുടെ മുഖത്തെ ചെറിയ ചെറിയ കുരുക്കൾ, നമ്മുടെ മുഖത്തെ കാരമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നല്ല രീതിക്ക് മാറും കേട്ടോ. നല്ലപോലെ മസാജ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഫേസ് പാക്ക് ട്രൈ ചെയ്തിട്ടുള്ള എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ട്രൈ ചെയ്യാത്ത എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. നമ്മുടെ ഫേസ് ഒന്ന് ഗ്ലോ ആയിട്ട് കിട്ടും. അതേപോലെ തന്നെ നമ്മുടെ മുഖത്തുള്ള ചെറിയ കുരുക്കൾ, കാരം അതെല്ലാം പോകും കേട്ടോ. ഇതേപോലെ നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കണേ. നല്ലപോലെ മസാജ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 10-20 മിനിറ്റോളം മുഖത്ത് വെച്ച് നല്ലപോലെ ഉണങ്ങിയതിന് ശേഷം മാത്രമേ കഴുകിക്കളയുള്ളൂ. ഇപ്പോൾ അതാണ്ട് നല്ലപോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞാനത് കഴുകിക്കളയാണേ. കഴുകിക്കളയുമ്പോൾ നമ്മുടെ ഫേസ് നല്ല ഗ്ലോ ആയിട്ട് കിട്ടും കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു കുരുക്കൾ അതെല്ലാം പോയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഈ ഫേസ് പാക്ക് ട്രൈ ചെയ്യാത്ത എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല റിസൾട്ടാണ്. വീട്ടിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ കാര്യങ്ങൾക്കൊക്കെ പോകാൻ നേരത്തെ ഇതൊക്കെ ചെയ്തിട്ട് പോകുന്നത് നല്ലതായിരിക്കും.